ഇന്ന് ഉച്ചയ്ക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ വൈഫൈ റൂട്ടർ ഓഫായി കിടക്കുന്നു. അപ്പോൾ വൈഫൈ റൂട്ടർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ലോഡ് സെക്ഷനിലേക്കാണ്. സോളാർ ചാർജ് കൺട്രോളറിന് പാനലിലേക്ക് 2 വയറുണ്ട്, പിന്നെ ബാറ്ററിയിലേക്ക് 2 വയറുണ്ട്, കൂടാതെ ഒരു 3 സെറ്റ് ഈ 2 വയറിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പലതരം ലോഡുകളിലേക്ക് കൊടുക്കാം. ലൈറ്റ്, ഫാന് ഒക്കെ കൊടുക്കാനുള്ള ലോഡുകളുണ്ട്. അതിലൊന്നിലേക്കാണ് ഞാൻ ഇൻ്റർനെറ്റ് റൂട്ടർ കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഔട്ട്പുട്ട് കാണുന്നില്ല. പിന്നെ ഈ ഇൻഡിക്കേറ്ററുകൾ നോക്കിയപ്പോൾ സാധാരണ കത്താത്തൊരു ചുവപ്പ് കത്തി കാണുന്നുണ്ട്. നടുക്കിലത്തത് ഫുൾ ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. പിന്നെ ആ സൂര്യൻ്റെ ചിഹ്നമുള്ളത് ചാർജിങ് ഇൻഡിക്കേറ്ററാണ്, സോളാറിൻ്റെ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ലിത്യം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയുടെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം നോക്കിയപ്പോൾ 100% ചാർജ് കണ്ടു. ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഇത്രയും കാലം 99% വരെ കണ്ടിരുന്നുള്ളൂ. പിന്നെ അതിന്ന് കറണ്ട് ഡ്രെയിൻ ഇല്ല, 0 ആംപിയറാണ്. കറണ്ട് അതിലേക്ക് കയറുന്നുമില്ല. അത് ഫുൾ ചാർജായ ആവശ്യമില്ലല്ലോ. വോൾട്ടേജ് 13.7, 13.8 വരെയാണ് ചാർജിങ് വോൾട്ടേജ് പരമാവധി പറഞ്ഞിരിക്കണേ. പിന്നെ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ വോൾട്ടേജ് 3.438 വോൾട്ട്സ് കാണുന്നുണ്ട്. അതും മുമ്പ് ഇതിൻ്റെ താഴെ കാണാറുള്ളൂ. ബാറ്ററി ചൂടായിട്ടൊന്നുമില്ല. ബാറ്ററി ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി ബാറ്ററി ഫുൾ ചാർജ് ആയതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം സോളാർ ചാർജ് കൺട്രോളറിലേക്ക് വല്ല സിഗ്നൽ കൊടുത്തിട്ടാണോ ആ ചുവപ്പ് ഫോൾട്ട് ഇൻഡിക്കേറ്റർ കാണുന്നത് എന്നെനിക്കൊരു ചിന്ത. പിന്നെ ഞാൻ അവിടെയൊക്കെ കണക്ഷനുകളൊക്കെ നോക്കി, എവിടെയും ഷോർട്ട് സർക്യൂട്ടൊന്നും വന്നിട്ടില്ല. കാരണം അതൊക്കെ ഫോമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. സാധാരണ ചുവപ്പ് ഇൻഡിക്കേറ്റർ ഈ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഫോൾട്ട് ഉണ്ടെങ്കിലാണ് കാണിക്കാമെന്നാണ് അതിൻ്റെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പോൾ ബാറ്ററിയിലെ ചാർജ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലൊരു 200 വാട്ടിൻ്റെ കാർ ഇൻവേർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 55 വാട്ടിൻ്റെ ഫാന് റൺ ചെയ്യിച്ചു. പിന്നെ ഇവിടുത്തെ സ്വിച്ച് ബോർഡിൽ വേറെ കുറേ ചെറിയ സാധനങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്, അതൊക്കെ റൺ ചെയ്യിച്ചു. പിന്നെ ഹാം റേഡിയോ ഓണാക്കിയിട്ട് അതിൽ 1-2 കോളുകൾ വിളിച്ചു. അപ്പോൾ കുറച്ച് ഡ്രെയിൻ വരുമല്ലോ. അപ്പോൾ ഡ്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്തോ ശരിയായി. അതായത് ആ ചുവന്ന ലൈറ്റ് പോയി. കറണ്ട് കുറച്ച് ഉപയോഗിച്ച്, ബാറ്ററി കുറച്ച് ഉപയോഗിച്ചപ്പോൾ ആ ചുവന്ന ലൈറ്റ് പോയി. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബാറ്ററി ഫുൾ ചാർജ് ആയപ്പോൾ ഉണ്ടായ എന്തോ ഒരു കാര്യം ആയിരിക്കണം എന്ന് മാത്രം ഞാൻ ഊഹിക്കുന്നു. ആർക്കെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഭാവിയിൽ എനിക്ക് അത് ശ്രദ്ധിക്കാം. ഇതുവരെ 100% ചാർജ് വരാഞ്ഞതിനൊരു കാരണമുണ്ട്. 99 ആകുമ്പോൾ തന്നെ ഞാൻ ബാറ്ററി ഉപയോഗിക്കാൻ തുടങ്ങും. റേഡിയോ പ്രവർത്തിപ്പിക്കും, അല്ലെങ്കിൽ ഫാൻ പ്രവർത്തിപ്പിക്കും, അല്ലെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട് അതിൽ കുത്താൻ പറ്റുന്നത്. 12 വോൾട്ട് അല്ല, ആ ഇൻവെർട്ടറിൽ. ബാറ്ററിയിൽ കുറച്ച് ഡ്രെയിൻ വന്നപ്പോൾ സോളാർ ചാർജ് ഇൻഡിക്കേറ്റർ സ്റ്റഡി ആയിട്ട് കത്തി നിന്നിരുന്ന പച്ച മിന്നാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ബാറ്ററിയിലേക്ക് വീണ്ടും സോളാറിന് ചാർജ് കയറാൻ തുടങ്ങി എന്നർത്ഥം. പിന്നെ മുടങ്ങിപ്പോയ ഇൻ്റർനെറ്റ് കിട്ടി. അതായത് റൗട്ടർ ഓണായി, ഇൻ്റർനെറ്റ് റൗട്ടർ ഓണായി, കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റും വരാൻ തുടങ്ങി. ചാർജ് കൺട്രോളറിൻ്റെ മാനുവൽ ഒന്നുകൂടെ വായിച്ച് നോക്കിയപ്പോൾ വേറൊരു ഐഡിയ കിട്ടി. ഫോൾട്ട് ഇൻഡിക്കേറ്റർ ബ്ലിങ്കിങ് ആണെങ്കിൽ ഓവർലോഡാണ്, സ്റ്റഡി ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണ്. പിന്നെ ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജും ഫോൾട്ട് ലൈറ്റും രണ്ടും സ്റ്റഡി ആണെങ്കിൽ ബാറ്ററി ഔട്ട് ഓഫ് റേഞ്ച്. അപ്പം മിക്കവാറും അതാവാൻ നല്ല സാധ്യതയുണ്ട്. ബാറ്ററി ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചാർജായി കഴിഞ്ഞാൽ എന്തായാലും ബാറ്ററിയുടെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം പിന്നെ അതിലേക്ക് ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോൾ ചാർജ് കൺട്രോളർ ചാർജ് കൊടുക്കാൻ നോക്കുമ്പോൾ ചാർജ് അങ്ങോട്ട് കയറില്ല. അതായിരിക്കണം ഒരു മിക്കവാറും കാരണം. അപ്പോൾ ബാറ്ററിയിലെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും സോളാർ ചാർജ് കൺട്രോളറും തമ്മിലുള്ളൊരു പ്രത്യേകതരം ഇൻറ്ററാക്ഷൻ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇത്
ലിത്യം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് പറഞ്ഞിട്ടുള്ള ചാർജ് കൺട്രോളറല്ല. ചാർജ് കൺട്രോളർ ഫ്ലഡഡ് ലെഡ് ആസിഡ് ബാറ്ററീസിനും പിന്നെ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടല്ലോ, SMF, മെയിൻ്റനൻസ് ഫ്രീ, അതിന് രണ്ടിനും പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ മുമ്പ് ഉപയോഗിച്ചിരുന്നത് SMF SLA ബാറ്ററി ആയിരുന്നു. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ചാർജ് കൺട്രോളറിലെ ഇത് സെറ്റ് ചെയ്തിരിക്കണേ. ജമ്പർ കണക്ഷൻ ഉണ്ട് അതിനകത്ത്, അത് സെറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം ഇങ്ങനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.